മേടൻ രാശി. മേടൻ രാശി എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിച്ചേരുന്നതാണ് മേടൻ രാശി. ബാങ്ക്, സെൻട്രൽ ഗവൺമെന്റ് സംബന്ധമായി ജോലി തേടുന്ന ഉദ്യോഗാർത്ഥികൾ ലക്ഷ്യം കാണും. വർക്ക്ഷോപ്പുകളിലെ ജോലിയിലൂടെയും വാഹന വ്യാപാരത്താലും മറ്റു വ്യാപാരത്താലും സമ്പദ്സ്ഥിതി മെച്ചപ്പെടുത്തും. അരി, ധാന്യ വ്യാപാരങ്ങൾ അഭിവൃദ്ധിപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തു നിന്നും ശുഭവാർത്തകൾ കേൾക്കാനിടവരും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ പിതാവിനേക്കാളും ഒരുപടി കൂടുതൽ ഉദാര മനസ്കതയോടുകൂടി പ്രവർത്തിക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ വിജയം നേടും. ഗൃഹം നിർമ്മിക്കാനും സാധ്യത കാണുന്നു. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ ലഭിക്കും. അതുപോലെ തന്നെ പ്രവൃത്തി മേഖലയിൽ അനുസരണയുള്ള ടീം അംഗങ്ങളെ ലഭിക്കും. ഇതുമൂലം തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സ്ത്രീകൾ മൂലം രോഗം വരാൻ സാധ്യത കാണുന്നു. ആഡംബര ജീവിതവും വലിയ യോഗങ്ങൾക്കും സാധ്യത കൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അപകീർത്തി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാനാകും. ഇടവൻ രാശി. കാർത്തികൈ 15 നാഴിക മുതൽ 60 നാഴിക വരെ, രോഹിണി, മകയിരത്തിൽ ആദ്യത്തെ 30 നാഴികയും കൂടി ചേർന്നതാണ് ഇടവൻ രാശി. ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സാധ്യത കാണുന്നു. മതിപ്പും പ്രശസ്തിയും ലഭിക്കും. ഭക്തിമാർഗെ സഞ്ചരിക്കും. നവദമ്പതികൾക്ക് സന്താന ലബ്ധി പ്രതീക്ഷിക്കാം. അതിഥി സൽക്കാരത്തിനും പുസ്തകം എഴുതാനുമുള്ള സാധ്യതകൾ കാണുന്നു. ജീവിത രീതി സ്വന്തം ഇഷ്ടപ്രകാരം നവീകരിക്കും. എല്ലാ മേഖലകളിലും വിജയം സുനിശ്ചിതമായിരിക്കും. മധ്യസ്ഥം വഹിക്കാൻ ഇടവരും. അതുപോലെ തന്നെ ശത്രുക്കളെ നിഷ്പ്രഭം പരാജയപ്പെടുത്തും. പഠനത്തിൽ അതീവ താല്പര്യവും ശ്രദ്ധയും പ്രകടിപ്പിക്കും. പുരോഗമനത്തിനായി സ്വപ്രയത്നം ആത്മാർത്ഥമായി ആരംഭിക്കും. സർക്കാരിൽ ഉന്നത പദവി ലഭ്യമായിരിക്കും. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളെ ലഭിക്കും. അച്ഛനുമായി അല്പം സ്വരച്ചേർച്ച കുറവുണ്ടാകാൻ സാധ്യതയുള്ളതായി കാണുന്നു. ഭാര്യയും കുട്ടികളും മാനസിക സന്തോഷം പ്രദാനം ചെയ്യും. വ്യാപാര വ്യവസായ മേഖലകൾ അഭിവൃദ്ധിപ്പെടും. അടുത്തതായി മിഥുനം രാശി. മകയിരത്തിൽ 30 നാഴിക മുതൽ 60 നാഴിക, തിരുവാതിര, പുണർദത്തിൽ 45 നാഴികയും കൂടി ചേരുന്നതാണ് മിഥുനം രാശി. സർക്കാർ ഉദ്യോഗത്തിനായി ശ്രമിക്കുന്നവർക്ക് ഫലം കാണും. സകലവിധമായ ഐശ്വര്യങ്ങളും കുടുംബ ഐശ്വര്യവും ഗൗരവവും ഉന്നത സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. മർമ്മഭാഗങ്ങളിൽ രോഗം വരാൻ സാധ്യത കാണും. വിനോദയാത്രയ്ക്കായി അവസരമുണ്ട്. വിദ്യാർത്ഥികൾ നല്ല മാർക്കോടുകൂടി വിജയിക്കും. പാർട്ടി പ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. വ്യാപാരികൾക്ക് അധിക ലാഭം ഉണ്ടാകും. സുഹൃത്തുക്കൾ പലവിധ നന്മകൾക്ക് കാരണമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച നേട്ടമുണ്ടാകും. രക്തശുദ്ധി ഇല്ലായ്മയാൽ സ്ത്രീകൾക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്. പിതാവിനാൽ മാനസിക വൈഷമ്യം സംജാതമാകാൻ സാധ്യതയുള്ളതായി കാണുന്നു. ഗുരുക്കളെ ദർശിക്കാനുള്ള സന്ദർഭവും ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള സന്ദർഭവും ലഭ്യമാകും. കർക്കിടകൻ രാശി. പുണർദത്തിൽ അവസാനം 45 നാഴിക മുതൽ 60 നാഴിക, പൂയം, ആയില്യം കൂടിച്ചേരുന്നതാണ് കർക്കിടക രാശി. ഭാഗ്യാനുഭവങ്ങളും കാര്യസാധ്യതയും ഉണ്ടാകും. സുഹൃത്തുക്കൾ നന്മയ്ക്ക് കാരണമാകും. പ്രവൃത്തി മേഖലയിൽ അനുസരണയുള്ള ടീം അംഗങ്ങളെ ലഭിക്കും. കുടുംബത്തിൽ പലവിധ നന്മകൾ പ്രാപ്തമാകും. പ്രേമിതാക്കൾക്ക് പ്രേമസാഫല്യം ഉണ്ടാകും. വിവാഹം തേടുന്നവർക്ക് അനുയോജ്യമായ ബന്ധം ലഭിക്കും. ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആൺസന്താന ലബ്ധിക്കായി ധാരാളം ധനം ചെലവഴിക്കും. ചലച്ചിത്ര മേഖലയിൽ ജോലി ചെയ്യുന്നവരെ തേടി പ്രശംസയും പുരസ്കാരവും എത്തിച്ചേരും. ഭരണകക്ഷിയുടെ എതിർകക്ഷിയിൽ ചേരാനുള്ള മനസ്സുണ്ടാകും. പുരുഷന്മാർക്ക് സ്ത്രീകളാൽ മനോചഞ്ചലം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കൂട്ടുവ്യാപാരം ചെയ്യുന്നവർക്ക് മികച്ച ലാഭം ലഭിക്കും. മനോവ്യാകുലതയും കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടവും ഉണ്ടാകും. ചാമുണ്ഡി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ 15 നാഴികയും കൂടി ചേർന്നതാണ് ചിങ്ങൻ രാശി. ഉന്നതമായ സ്ഥാനലബ്ധി നിങ്ങളെ തേടിയെത്തിയേക്കും. ഇളയ സഹോദരത്തിന് ദോഷ സമയമാണ്. ഭൂ ഇടപാടുകൾ സംബന്ധമായി അധിക ധനം പ്രതീക്ഷിക്കാം. നീലം, ഗൃഹം എന്നിവയാൽ വരുമാനം ലഭിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഇക്കൊല്ലം വന്നു ചേരും. വിദ്യാഭ്യാസ പുരോഗതിക്കും സാധ്യത. ഇലക്ട്രിക്, ഇലക്ട്രോണിക്സ്, മറ്റും ലോഹങ്ങളും വ്യാപാരം ചെയ്യുന്നവർക്ക് വിപണനം വർദ്ധിക്കും. പ്ലംബിംഗ്, വയറിംഗ്, ആലകളിലെ തൊഴിൽ എന്നിവ അഭിവൃദ്ധിപ്പെടും. സൽക്കർമ്മങ്ങൾക്കായി ധനം ചെലവഴിക്കേണ്ടതായി വരും. പുസ്തകം എഴുതുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണും. സ്ത്രീകൾ ജോലി സ്ഥാപനങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. അടിക്കടി അലസത ഉണ്ടായേക്കാം. പിതാവിന് ഹൃദയസംബന്ധമായി രോഗം വരാൻ സാധ്യത. കന്നിരാശി. ഉത്തരത്തിൽ 15 നാഴിക മുതൽ 60 നാഴിക വരെ, അത്തം, ചിത്തിരയിൽ ആദ്യത്തെ 30 നാഴിക. ത്യാഗമനസ്കതയോടുകൂടി അയൽവാസികൾക്ക് സഹായമാകും. ന്യായാധിപൻ, PA മുതലായ തസ്തികയിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്
കലാ മേഖലകളിലൂടെ പേരും പ്രശസ്തിയും വരുമാനവും വന്നു ചേരും. കവിത എഴുതുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും. വ്യാപാര അഭിവൃദ്ധിക്കും പാർട്ടി പ്രവർത്തകർക്ക് പദവിയും ജനസ്വാധീനവും ലഭ്യമാകാനും സാധ്യത കാണുന്നു. മലപ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ താല്പര്യം പ്രകടമാകും. താഴ്വര, റബ്ബർ മുതലായവ വാങ്ങി സൂക്ഷിക്കാം. കുരുമുളക്, ഗ്രാമ്പു മുതലായ സുഗന്ധദ്രവ്യ വ്യാപാരവും കൃഷിയും അധിക ലാഭം വാങ്ങിത്തരും. തുലാം രാശി. ചിത്തിരയിൽ 30 നാഴിക മുതൽ 60 നാഴിക വരെയും ചോതി, വിശാഖത്തിൽ ആദ്യത്തെ 45 നാഴികയും കൂടിച്ചേരുന്നതാണ് തുലാം രാശി. അഡ്വക്കേറ്റുമാർ കേസുകളിൽ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കുകൾ ലഭിക്കും. സൽപ്രവർത്തികൾ ചെയ്യാൻ തൽപരനാകും. കോപം പൊതുവെ വർദ്ധിക്കും. പുരോഗമനം ഉണ്ടാകും. പുത്രലബ്ധിക്ക് സാധ്യത കാണുന്നു. സാമർത്ഥ്യത്തിന് ബന്ധുക്കളാൽ പ്രശംസിക്കപ്പെടും. മാതാവിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ ആരംഭിക്കും. അനുയോജ്യമല്ലാത്തവരുടെ അഭിപ്രായം അംഗീകരിക്കാൻ സാധ്യത കാണുന്നു. വ്യാപാരത്തിന്മേലുള്ള വിജ്ഞാനം വർദ്ധിക്കും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് തീർച്ചപ്പെടാൻ സാധ്യതയുണ്ട്. അഗ്നിസംബന്ധമായും ലോഹങ്ങളാലും തൊഴിൽ ചെയ്യുന്നവരുടെ ജോലിയിൽ അഭിവൃദ്ധിയുണ്ടാകും. സംഗീതം, കഥാരചയിതാക്കൾക്ക് സങ്കല്പ രീതിയും ഭാവനയും, നൃത്തം, കഥകളിക്കാർക്ക് ലാസ്യതയും ലഭിക്കും. പൊതുമേഖലാ രംഗത്തും ഇക്കൂട്ടർക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭ്യമാകുമെന്ന് കാണുന്നു. അടുത്തതായി വൃശ്ചിക രാശി. വിശാഖത്തിൽ 45 നാഴിക മുതൽ 60 നാഴിക വരെയും അനിലും തിക്കേട്ടയും കൂടി ചേരുന്നതാണ് വൃശ്ചിക രാശി. ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് പരിശ്രമിക്കുന്നവർ ലക്ഷ്യം കാണും. എല്ലാ മേഖലകളിലും വിജയം നേടും. സൽപ്രവർത്തികളിൽ ഏർപ്പെടും. മാതാഭിമാനവും മാതാവിനോട് സ്നേഹവും ഉണ്ടാകും. വിദേശത്ത് ജോലിക്കായി പരിശ്രമിക്കുന്നവർ ലക്ഷ്യം കാണും. ക്ഷേത്ര ദർശനം, തീർത്ഥാടനം എന്നിവയ്ക്കുള്ള അവസര പ്രാപ്തി വന്നുചേരും. സുഹൃത്തുക്കൾക്കായി ധനം ചെലവഴിക്കാൻ സാധ്യത കാണുന്നു. രോഗം തിരിച്ചറിയാതെ വിഷമിക്കാൻ സാധ്യതയുണ്ട്. അടിക്കടി ഉത്സാഹക്കുറവ് ഉണ്ടായേക്കാം. വ്യാപാരവും തൊഴിലും അഭിവൃദ്ധിപ്പെടാൻ സാധ്യതയുണ്ട്. വാർദ്ധക്യം ചെന്നവർ വീണ് പരിക്കേൽക്കാതെ ശ്രദ്ധിക്കണം. ആത്മാർത്ഥതയുള്ള ഭൃത്യന്മാരെ ലഭിക്കും. സ്ഥലം മാറി താമസിക്കാൻ അനുയോജ്യമായ സമയമാണ്. വാഹനം, വസ്തുക്കൾ എന്നിവ വാങ്ങാനുള്ള സാധ്യതയും കാണുന്നു. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൽ ആദ്യത്തെ 15 നാഴികയും. കുടുംബാഭിവൃദ്ധിയും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. വെള്ളി, കാര്യം മുതലായ ലോഹങ്ങളാൽ തൊഴിൽ അഭിവൃദ്ധിപ്പെടുമെന്ന് കാണുന്നു. സ്വർണ്ണക്കടകൾ, വസ്ത്രാലയങ്ങൾ മുതലായവയിൽ വ്യാപാരം അഭിവൃദ്ധിപ്പെടും. നയപരവും മാധുര്യവുമായ സംസാരത്താൽ ഏവരുടെയും മനം കവരും. വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിജയം സുനിശ്ചിതമായിരിക്കും. ചിട്ടി, മറ്റ് ചെറുകിട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭ്യമാകും. ഗൃഹം നിർമ്മിക്കും. ബാങ്കിൽ ലോണിനായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് ലഭ്യമാകും. അപകീർത്തി വരാൻ ഇടയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക. കെട്ടിട കോൺട്രാക്ട് എടുത്ത് നടത്തുന്നവർക്ക് ഈ കാലം അനുയോജ്യമാണ്. പിതാവിനാൽ മാനസിക വൈഷമ്യം നേരിടും. മകരം രാശി. ഉത്രാടത്തിൽ 15 നാഴിക മുതൽ 60 നാഴിക വരെയും തിരുവോണം, അവിട്ടത്തിൽ ആദ്യത്തെ 30 നാഴികയും കൂടി ചേരുന്നതാണ് മകരം രാശി. CA, ക്ലർക്ക് മുതലായ തസ്തികയിലേക്ക് പരിശ്രമിക്കുന്നവർ ലക്ഷ്യം കാണും. IAS അല്ലെങ്കിൽ മറ്റു ഭരണ വകുപ്പിലേക്ക് പഠിക്കാനുള്ള പ്രവേശനം ലഭിക്കും. പല രാജ്യങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും അറിയാൻ അവസരമുണ്ടാകും. പുരുഷന്മാർക്ക് ആത്മാർത്ഥതയുള്ള സ്ത്രീ സൗഹൃദ ബന്ധം കിട്ടുകയും അവരാൽ പല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സിനിമ, സംഗീത സംവിധായകരെ പുരസ്കാരങ്ങൾ തേടി മാതാപിതാക്കളെ പ്രശംസിക്കാൻ ഇടവരും. ഗുരുക്കളെ ദർശിക്കാൻ അവസരം ലഭിക്കും. വാഹനം, വസ്തുക്കൾ വാങ്ങാനിടയാകും. ആത്മാർത്ഥതയുള്ള ടീം വർക്കറെ ലഭിക്കും. തൊഴിൽ പുഷ്ടിപ്പെടും. വ്യാപാര, കാർഷിക മേഖലകൾ അഭിവൃദ്ധിപ്പെടും. വിദേശ മലയാളികൾക്ക് പലവിധ നേട്ടങ്ങൾ ലഭ്യമാകും. കുംഭൻ രാശി. അവിട്ടത്തിൽ 30 നാഴിക മുതൽ 60 നാഴിക വരെയും ചതയും പുരുരുട്ടാതിൽ ആദ്യത്തെ 45 നാഴികയും കൂടി ചേരുന്നതാണ് കുംഭം രാശി. സാമ്പത്തിക നിലയിൽ അഭിവൃദ്ധി ഉണ്ടാകും. ധൈര്യവും മനോബലവും ലഭിക്കും. എണ്ണ, ഉരം മുതലായ കമ്പനികളിൽ വരുമാനമേറും. പട്ടാളത്തിലോ പോലീസിലോ മറ്റു സംരക്ഷണ വകുപ്പിലേക്ക് ജോലിക്കായുള്ള പരിശ്രമം വിജയം കാണും. വിദ്യാഭ്യാസ പുരോഗതിക്ക് സാധ്യത. എല്ലാ ജോലികളും ചുറുചുറുക്കോടെ ചെയ്തിരിക്കും. ബന്ധുക്കളുമായും സഹോദരങ്ങളുമായും അകൽച്ചയ്ക്ക് സാധ്യത കാണും. അധ്യക്ഷത വഹിക്കാനുള്ള സന്ദർഭം ഉണ്ടാകും. പുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടും. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിൽ അഭിവൃദ്ധിപ്പെടും. കലാവാസന സംജാതമാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പാർട്ടി പ്രവർത്തകർക്കും അനുകൂല സമയമായി കാണും. ബ്രാഹ്മണർക്കും സന്യാസികൾക്കും സഹായകമാവുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യും. കണ്ണ്, ചെവി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത. മീനൻ രാശി. പൂരുരുട്ടാതിയിൽ 45 നാഴിക മുതൽ 60 നാഴിക വരെയും ഉത്രട്ടാതി, രേവതി നക്ഷത്രവും കൂടി ചേരുന്നതാണ് മീനൻ രാശി. സത്യസന്ധമായി പ്രവർത്തിക്കും. സർക്കാരിൽ നിന്നും പൊതുജനങ്ങളാലും മതിപ്പും പ്രശസ്തിയും ലഭിക്കും. അനുസരണയുള്ള ഭൃത്യന്മാരെയും ആത്മാർത്ഥതയുള്ള ഉപദേശകരെയും ലഭിക്കും. ഒന്നിലേറെ മേഖലയിൽ വരുമാനം വരാൻ സാധ്യതയുണ്ട്. സഹായികളായി സാമർത്ഥ്യവും കഴിവും ഉള്ളവരെ ലഭിക്കും.
കമ്പനികളിൽ ഉപദേശകരായി മികച്ച അഭിഭാഷകരെ ലഭിക്കും. സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. അസൂയാവഹമായ പുരോഗതിക്ക് സാധ്യത കാണും. അരി, ധാന്യങ്ങൾ എന്നീ മേഖലകളിലെ വ്യാപാരത്താൽ വരുമാനം വർദ്ധിക്കും. ജ്യോതിഷ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അധിക വരുമാനം ലഭിക്കും. ക്ഷേത്ര ദർശനം, തീർത്ഥാടനം എന്നിവയ്ക്കുള്ള അവസര പ്രാപ്തി വന്നു ചേരും. ഭാര്യയും